ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അപ്പൊ അതിന്റെ ആൻസേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എടുത്തിട്ടില്ല. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്തു. ലൈക്ക് ഇപ്പൊ വന്നിട്ട് ഹൗ ആർ യു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ കളഞ്ഞു ആൻഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 1. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എത്ര വയസ്സുണ്ടെന്നൊക്കെ. ഇനിയിപ്പോൾ ഞാനത് പറയുന്നില്ല. എന്നെ കാണുമ്പോൾ എത്ര വയസ്സുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതാണ് എൻ്റെ വയസ്സ്. തീർന്നില്ലേ പ്രശ്നം? ന്യൂ മൂവീസ് ഒന്നും ഞാൻ കറന്റ്ലി കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മൂവീസ് ചെയ്തുകൊണ്ടിരുന്നത് കോവിഡ് വരെയായിരുന്നു. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ മൂവീസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് സീരിയൽസ് വരുന്നത് കൊണ്ടും എനിക്ക് ഡേറ്റിന്റെ പ്രോബ്ലം വരുന്നത് കൊണ്ടും ഞാൻ ഡേറ്റ് ക്ലാഷ് ഒക്കെ വരും. അപ്പൊ വെറുതെ നമുക്ക് തലവേദനയാണ്, വെറുതെ ടെൻഷൻ അടിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ മൂവിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ കറന്റ്ലി ന്യൂ മൂവിനെ പറ്റി ചോദിച്ചാൽ ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കുറച്ചധികം സാരീസ് ഉണ്ട്. ലൈക്ക് ഒരു അലമാര നിറച്ച സാരി ഉണ്ട്. ഇത് മുഴുവൻ ഞാൻ ഷൂട്ടിന് വേണ്ടി മേടിക്കുന്നതും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ അതിന് വേണ്ടി മേടിക്കുന്നതുമായിട്ടുള്ള സാരീസാണ്. ഷൂട്ടിനൊക്കെ ഞാൻ അധികം ഓൺലൈനാണ് ഞാൻ ഷോപ്പ് ചെയ്യാറ്. ബിക്കോസ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും ഷൂട്ടിനാണ്. അപ്പം നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ എടുത്താൽ നമുക്കത് വേസ്റ്റ് ആണ്. ഒന്നാമത് നമുക്കത് ഭയങ്കര നഷ്ടമാണ്. രണ്ടാമത് നമ്മളിങ്ങനെ ഉടുത്തുടുത്ത് അതിന്റെ ആ ഒരു സ്റ്റഫ് ഒക്കെ മാറും. അതിന്റെ ഇത് മുഴുവനായിട്ട് അതങ്ങ് കുളമാവും. അപ്പൊ അത് വെറുതെ നാശമാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ ആർട്ടിസ്റ്റുകളും എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് മേടിക്കുക. ഞാൻ വാങ്ങിക്കുന്നത് ആമസോണിൽ നിന്നോ അങ്ങനെ ഞാൻ ഇന്ന ആപ്പ് എന്ന് നോക്കി ഞാൻ വാങ്ങാറില്ല. ബിക്കോസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറി നോക്കും. നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന റേറ്റിന് കിട്ടുകയാണെങ്കിൽ ഞാനത് വാങ്ങിക്കും. അല്ല ഫംഗ്ഷൻസിനൊക്കെയാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ യൂഷ്വലി ജയലക്ഷ്മി എന്നാണ് പർച്ചേസ് ചെയ്യാറ്. എനിക്ക് അവരുടെ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വീട്ടിലെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പട്ട് സാരി, എപ്പോഴും അങ്ങനെ പട്ട് സാരി ആയിരിക്കും ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ ഇപ്പൊ പിന്നെ അലമാരയിൽ പിന്നെ എല്ലാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാരീസും ഉണ്ട്. ഇപ്പൊ പട്ടാണെങ്കിൽ അത്, ഇപ്പൊ അല്ല ജോർജറ്റ് ആണെങ്കിൽ അങ്ങനെ എല്ലാ ടൈപ്പ് സാരീസും ഉണ്ട്. സോ അതിന്റെ ഇത്ര നമ്പർ ഞാനിങ്ങനെ എണ്ണിയിട്ടില്ല, എത്ര സാരീസ് ഉണ്ട് എന്നുള്ളത് എണ്ണി നോക്കിയിട്ടില്ല. ഒരു ദിവസം എണ്ണി നോക്കണം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളൊരു കാര്യമാണ്. അതെ, ഞാനാണ് 2 കൺട്രീസിൽ അജു വർഗീസിന്റെ വൈഫിന്റെ ക്യാരക്ടർ ചെയ്തത്. അതിന്റെ ഷൂട്ടൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ എറണാകുളം ആലപ്പുഴ ബോർഡറിലായിട്ടായിരുന്നു. നല്ലൊരു വർക്കായിരുന്നു കേട്ടോ അത്. കുറെ കാര്യങ്ങൾ നമുക്കിങ്ങനെ പഠിക്കാൻ പറ്റും. ഭയങ്കര രസമാണ് ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സീൻസ് ഒക്കെ. അപ്പൊ അതൊക്കെ ജസ്റ്റ് റിഹേഴ്സൽ നോക്കുന്ന സമയത്ത് തന്നെ കുറെ ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു. ദിലീപ് ഏട്ടൻ്റെ കൂടെ ഞാൻ 3 വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലത്തെ ഒരു ഫിലിം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്ന് വന്നിട്ട് 2 കൺട്രീസും, ഒന്ന് ജോർജ് ടെൻസ്പൂരം, അതിൽ ദിലീപ് ഏട്ടൻ്റെ സിസ്റ്ററായിട്ട്, പിന്നെ വന്നിട്ട് വെൽക്കം ടു സെൻട്രൽ ജയിൽ, അതിൽ ശ്രീജിത്ത് രവിയുടെ സിസ്റ്ററായിട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ വർക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനു മുന്നേ രജപുത്രയുടെ വേറൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡമാർ പടാർ എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിന്റെ. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ ഒരു കുഞ്ഞൊരു ക്യാരക്ടർ ചെയ്തപ്പോഴത്തേക്കും അന്ന് രഞ്ജിത്തേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അടുത്ത വർക്ക് വരുമ്പോഴത്തേക്കും വിളിക്കുന്നു. അപ്പൊ ഞാൻ ഓക്കെ വെറുതെ പറയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കോൾ വന്നപ്പോൾ ഞെട്ടിപ്പോയി. അങ്ങനെയാണ് ഞാൻ ആ ഒരു വർക്കിലേക്ക് പോയത്. ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വലിയ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ നീളം ഉണ്ടെന്നല്ല,
പക്ഷെ വലിയൊരു ടോപ്പിക്കാണ്. മാരേജ് എന്ന് പറയുന്ന സാധനം സ്കേറി ആണോ അല്ലേ എന്ന് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അതൊക്കെ ഓരോരുത്തരുടെ വിധി പോലെ ഇരിക്കും. തലയിലെഴുത്ത് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇരിക്കും. ബിക്കോസ് ഇപ്പൊ റീസെന്റ് നടന്നൊരു കേസ് ഉണ്ടായിരുന്നു. ന്യൂലി മാരീഡ് ആയിട്ട് അവര് ഹണിമൂണിന് പോയപ്പോഴത്തേക്കും അവിടെ ഹസ്ബൻഡിനെ വൈഫ് കൊട്ടേഷൻ വെച്ച് കൊന്നു. അങ്ങനെയൊക്കെയുള്ള കേസസിൽ മാരേജ് നല്ല സ്കേറിയാണ്. ബിക്കോസ് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ കല്യാണം കഴിക്കുന്ന ആളുടെ മൈൻഡിൽ എന്താണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചിരിച്ചുകൊണ്ട് നിന്നിട്ട് കഴുത്തറുക്കുന്ന ടീംസും ഉണ്ട്, ഇല്ല നമ്മളെ നല്ല പൊന്നു പോലെ നോക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഞാൻ ഇതിനെപ്പറ്റി എന്ത് പറയാൻ, ബിക്കോസ് എനിക്ക് കല്യാണം എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് കുറച്ച് പേടിയുള്ളൊരു കാര്യമാണ്. കല്യാണം എന്ന് പറയുന്നത് അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളൊരു വലിയൊരു ലൈഫില് ഒരു വലിയൊരു ഡിസിഷനാണ് അത് എന്നുള്ളത് പറയാം. അപ്പൊ നമുക്കത് ഒരു രീതിയിൽ തെറ്റിപ്പോവാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന ആള് നാളെ ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്കൊരു റിസ്ക് എടുക്കാൻ ഞാൻ ഓക്കെ അല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ എനിക്കിപ്പോ ഒരു അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനാണ്. ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രേമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളും ഇപ്പോ കറന്റ്ലി ഇല്ല. എന്ന് വെച്ചാല് എനിക്കൊരാളെ മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിച്ചാൽ മതി. ഓടിച്ചെന്ന ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണം കഴിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒരാൾ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇതും കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. വേറെ ഐ ഫ്രം, ഞാൻ എവിടെ നിന്നാണ്? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. അപ്പൊ ഇനി അത് ചോദിക്കരുത്. അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇതിനകത്ത് പറയുന്നത്. ഇനി ചോദിക്കരുത്, കേട്ടില്ല, ഓർത്ത് വെച്ചിരിക്കണം. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എനിക്ക് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിയ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെയൊക്കെ വിചാരം എന്താണ്. എനിക്കറിയില്ല നിങ്ങളെയൊക്കെ ഇങ്ങനെയാണോ വീട്ടിൽ വളർത്തിയേക്കുന്നത് എന്ന് പോലും ഞാൻ ആലോചിച്ചു പോകുന്നു. വീട്ടില് അമ്മയോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുക? ഞാൻ ഈ പറയുന്ന കാര്യം ഈ ചോദിച്ച ആൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചോദിക്കുന്നത്. കാരണം നമ്മൾ ഈ പറയത്തില്ലേ, അമ്മയും പെങ്ങളെ കണ്ട തിരിച്ചറിയില്ലേ എന്ന് ചോദിക്കത്തില്ലേ, അതേപോലത്തെ രീതിയിൽ എനിക്ക് തോന്നും ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ. ലൈക്ക് എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ്? ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മറ്റേ ബിഗ്നി ഫോട്ടോഷൂട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂഡായിട്ടുള്ള കണ്ടന്റ് വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ വിചാരിച്ച് ഒരാളും അതിനകത്ത് കയറിയിരിക്കണ്ട. ബിക്കോസ് അങ്ങനെ കിട്ടുന്ന ഒരു പ്രൊഫൈലല്ല എൻ്റേത്. ഞാൻ സാരി ഡ്രേപ്പിംഗിന്റെ റീൽസ് ചെയ്യും, പക്ഷേ എന്ന് വെച്ച് എനിക്കതിനകത്ത് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും എക്സ്പോസ് ചെയ്ത് കാണിക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ആ രീതിക്ക് തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്ത് അതിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എനിക്ക് നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് എനിക്ക് ഇറങ്ങി വന്ന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വളരെ മര്യാദയുടെ ഭാഷയിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോക്കോളൂ. എനിക്ക് ഇങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമില്ല. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ബിക്കോസ് എൻ്റെ സ്കൂൾ ടൈമിൽ ഞാൻ സ്റ്റേജിലേക്ക് കയറിയിട്ടില്ല. ആ ഒരാളാണ് ഇപ്പോൾ ആക്ടിങ് തന്നെ ഒരു കരിയറായിട്ട് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം
എൻ്റെ സ്കൂൾ ടൈമിൽ ഞാൻ ഇപ്പം ഈ സംസാരിക്കുന്നത് പോലെയും അല്ല. ഞാൻ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഷൈ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഞാൻ പൊതുവെ എനിക്കങ്ങനെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് മിങ്കിൾ ചെയ്ത് ആ ഒരു പരിപാടിയൊന്നുമില്ല. കുറച്ചധികം സൈലന്റ് ആയിരുന്നു. അപ്പം എൻ്റെ വിചാരം എൻ്റെ ടീച്ചേഴ്സിന് പോലും എന്നെ ഓർമ്മ ഉണ്ടാവത്തില്ല. കാരണം അത്രയും സൈലന്റ് ആയിരുന്നു. കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവ് ആയിട്ടിരുന്നാലല്ലേ എല്ലാവരും ഓർക്കുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ ഞാൻ സ്കൂളിൽ പോയപ്പോഴത്തേക്കും എൻ്റെ ടീച്ചേഴ്സിനൊക്കെ എന്നെ ഓർമ്മയുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആക്ടിങ്ങും എൻ്റെ സ്കൂൾ ലൈഫും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അല്ല, ഞാൻ ക്വസ്റ്റ്യനുമായിട്ട് ഇതാക്കി പറഞ്ഞതല്ല, യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സാധനമാണ്. +1 +2 ആയപ്പോൾ ഞാൻ സ്കൂളിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. സ്പീച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് സ്കൂൾ ടൈം മെമ്മറി എന്നൊക്കെ പറയുന്നത് എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല ഞാൻ. പിന്നെ എൻ്റെ ആക്ടിങ് കരിയറൊക്കെ തുടങ്ങുന്നതും എൻ്റെ സ്കൂൾ ടൈമിൽ നിന്നാണ്. എങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ ഒരു റോൾ എനിക്ക് കിട്ടുന്നത് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പണ്ട് ഈ വേളാങ്കണ്ണി മാതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ കുറെ പുരാണ സീരിയലൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈം തൊട്ടേ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പം കുറെ വർഷമായി ഇങ്ങനെ തന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിന്ന് പോവാണ്. ടച്ച് വുഡ്. ഇനിയും കുറെ വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. യെസ്, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം പൊതുവെ നമ്മൾ കേൾക്കുന്ന കുറെ ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്കത് ഇഷ്ടമായി. അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഞാൻ ഇനി ഒരു Q&A ഇടുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പം ഞാൻ ഈ പറയുന്ന ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വീണ്ടും കൊണ്ടുവരരുത്, ഞാൻ അടിവരും. അതായത് എനിക്ക് മാറ്റണം എന്ന് തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനങ്ങനെ ശ്രദ്ധിക്കാണ്ടിരുന്നിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് മാറ്റണം എന്ന് തോന്നിയൊരു സാധനം, അതായത് ഞാനൊരു കാര്യം എനിക്ക് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ആലോചിക്കുന്ന, അയ്യോ ഞാനിപ്പോ ഈ ഒരു കാര്യം, അതായത് ഒരു പബ്ലിക് പ്ലേസിലൊക്കെ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്താൽ ആൾക്കാരെന്ത് വിചാരിക്കും, ലൈക്ക് അവരെന്ത് വിചാരിക്കും എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ആ സാധനം എന്ത് ചെയ്തിട്ടും എനിക്ക് ആ സാധനം അങ്ങോട്ട് പോകുന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യാണ്. എനിക്കൊരു പബ്ലിക് പ്ലേസിൽ പോയി നിന്ന് വ്ളോഗ് ചെയ്യാൻ എനിക്ക് എന്തുകൊണ്ടോ എനിക്ക് ആ ഒരു ഇതെനിക്ക് വരത്തേയില്ല. എന്ന് വെച്ചാൽ ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എനിക്കത് പെട്ടെന്ന് വരുന്നില്ല. ഞാൻ ഫോൺ എടുക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ആദ്യം വരുന്നു, അയ്യോ ആൾക്കാരൊക്കെ നിൽക്കുന്നു, എന്ത് വിചാരിക്കും, ആ ഒരു സാധനം. അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ ഇറ്റ് പുൾസ് മീ ബാക്ക്വേർഡ്സ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം എനിക്കത് മാറ്റണം, പക്ഷെ അതെനിക്ക് എങ്ങനെയാണ് ഞാനത് മാറ്റേണ്ടത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്കത് മാറ്റണം. എനിക്ക് ആ ഒരു സാധനം മാറിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മാറും. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ സാധനം എനിക്കത് മാറ്റിയെടുക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴായിരിക്കും വീണ്ടും ആ തോട്ട് വരുന്നത്. അപ്പോൾ തന്നെ അപ്പോൾ അതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ Q&Aയിൽ വന്നേക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. അല്ല, എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് സില്ലി കാര്യങ്ങൾ, അങ്ങനെ ഭയങ്കരമായ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നിയ ഒരു കാര്യം, മാറ്ററാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ പ്ലീസ് ഗ്രോ അപ്പ്. എനിക്ക് വേറൊന്നും എനിക്ക് പറയാനില്ല. വളരെ കൂതറയാവരുത് പ്ലീസ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.